ഹലോ ഗേസ്, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിത് ഗോതമ്പ് മാവാട്ടോ, ഗോതമ്പ് പൊടിയാണ്. അതിനാക്കണ ഈ ഒരു കയ്യിലിന് ഒരു കയ്യിലാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇനി നമുക്ക് എന്താണെന്നറിയോ, ഒരു ഗോതമ്പിന്റെ പൊടി കൊണ്ട് നമുക്കൊരു പായസം നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ഇതിന്റെ ഇതുണ്ടല്ലോ, എന്റെ വീഡിയോയിൽ എത്രയോ ആയി ഇപ്പൊ എന്റെ മോള് ചെയ്തിരുന്നത്. ഞങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന സംഭവമാണ്. നമ്മൾ അതേമാതിരി ഈ 4 മണിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, എല്ലാവരും പാടെ കൂടുമ്പോൾ കുടിക്കാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതാട്ടോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക. ഇതിന്റെ കട്ട ഉണ്ടല്ലോ, കട്ട നമുക്ക് ഇതാക്കാൻ പാടില്ല. അതെല്ലാം നല്ലതായിട്ട് വിസ്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി. ഇപ്പൊ കയ്യിലോണ്ടാണെങ്കിലും കട്ട ഉടക്കുക കേട്ടോ. കട്ട ഫുള്ള് ഉടക്കണം. വിസ്കൊക്കെ എടുത്തിട്ടില്ല. അതൊക്കെ എന്താ പറയുക, കേക്ക് ഇതാക്കുമ്പോഴൊക്കെ എടുക്കണം. അതൊക്കെ ഞാനൊരു ഇതിലിട്ടുങ്ങാണ്ട് പാത്ത് വെച്ചതാണ്. അപ്പം നമ്മളെ കയ്യിലോണ്ട് തന്നെ എടുത്തുങ്ങാണ്ട് ഞാൻ ചെയ്യാണ്. എല്ലാം എടുത്ത് എന്താ പറയുക, ഓളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതൊക്കെ കേക്ക് ഉണ്ടാക്കലും ഇതാക്കലൊക്കെ. ഞാൻ പിന്നെ കേക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കൂല. ഇനി ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി ഇതിങ്ങനെ കളയും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കയ്യിൽ ഞാൻ എടുത്തത് കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് എത്ര ആൾക്കാർ ഉണ്ട് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതന്നെ ഇപ്പൊ എന്താ, ഈ ഒരു കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഇതിൽ തന്നെ കിട്ടും. ഫസ്റ്റ് നമ്മൾ ഇതിലേക്ക് എന്താ പറയുക, ഇതുണ്ടാക്കാൻ പാല് കേട്ടോ. നമ്മൾ സാധാ പശുവിൻ പാലാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഫുള്ള് നമ്മൾ പാലിൽ മാത്രം തന്നെ ഉണ്ടാക്കാം. പാല് മാത്രം. അപ്പം ഞാൻ ഇതിലേക്ക് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കട്ടെ പാലിൽ. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കേട്ടോ. ഇപ്പം നമുക്കിത് ലൂസാക്കി കുറച്ചും കൂടി ലൂസാക്കിങ്ങാണ്ടൊക്കെ ഉണ്ടാക്കാം. വെള്ളമൊക്കെ അതിനനുസരിച്ച് പാകത്തിനാക്കി വെള്ളം. ഇപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ ഇവിടെ ഞങ്ങൾക്ക് ഓവറാക്കി ഉണ്ടാക്കുമ്പം ഞങ്ങൾക്കിത് വേസ്റ്റായി പോകും. വേസ്റ്റായി പോകാൻ പറ്റില്ല. അപ്പം ആവശ്യത്തിനനുസരിച്ച് എന്നാൽ തന്നെ നമ്മൾ എത്ര കുറുക്കി ഉണ്ടാക്കിയാലും നമുക്ക് ബാലൻസ് വരികയാണ്. അപ്പം ഇത് നല്ലോണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. പാലാകുമ്പോൾ പ്രത്യേകിച്ച് മൺചട്ടിയിലും കൂടി ഉണ്ടാക്കിയാണ്. അപ്പം എന്താ പറയുക, ഈ ചട്ടീൻ്റെ അടി കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് ചൂട് വന്നത്, പാല് ചെറുതായിട്ടൊരു ചൂട് വന്ന് ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാം, നമ്മളെ മാവ് ഇതുണ്ടല്ലോ, ഗോതമ്പിന്റെ പൊടി നമ്മൾ നല്ലോണം കട്ട കുത്തി എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അതെന്ത് കട്ട നമുക്ക് അറിയാം, ഇതിലേക്ക് ഒഴിക്കും. ഇവിടെ വരിയടാ, ഇളക്കിക്കൊണ്ട് തന്നെ നിൽക്കണം കേട്ടോ. അത് കൈയ്യിൽ എടുക്കാൻ പാടില്ല. ഇത് ഇളക്കി തന്നെ വരണം. ഒരു 4 ഏലക്കായ കേട്ടോ. അത് നമുക്കിത് നല്ല ക്രഷ് ചെയ്തിങ്ങാണ്ട് നല്ലതാക്കി എടുക്കത്. അങ്ങനെ ഒന്ന് പൊളിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. 4 ഏലക്കായ ഇങ്ങനെ അത് നമ്മൾ ഇതിക്കിടുക. ഇളക്കി കേട്ടോ നല്ലോണം. നല്ല ടേസ്റ്റാണ്. പിന്നെ ആർക്കാണെങ്കിലും കുടിക്കാനും ഒക്കെ നല്ലതാണ്. അതായത് ഗോതമ്പ് മാവാണ്, പിന്നെ പാലാണ്, ഗോതമ്പിന്റെ പൊടിയല്ലേ. ഇവിടെ വരിയടാ, ആരാണ് അവിടെ? കളിയാണ്. അപ്പൊ ഓരോരോ ഇതാക്കാണ്. ഇതിങ്ങോട്ട് ഇളക്കി കൊടുത്ത് ഇപ്പൊ തന്നെ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ അറിയാം ഇത് എങ്ങനെയാണെന്നുണ്ടോ. ഇങ്ങനെ ഇളക്കണം. നമ്മള് വീട്ടില് എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കുക 4 മണിക്ക് ഇന്നിപ്പോൾ എന്താണ്. ഇനിയിപ്പോൾ വീട്ടിൽ 4 മണിക്ക് എന്നല്ല, ഗസ്റ്റൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ, ഗസ്റ്റ് ഇപ്പോൾ മഴക്കാലമാവട്ടെ അല്ലെങ്കിൽ വേനൽക്കാലമാവട്ടെ, മിക്കവാറും ചെറിയ ആൾക്കാർക്ക് തണുപ്പ് പറ്റൂല. തണുപ്പ് നമ്മൾ എത്ര ചൂടുകാലമായാലും തണുപ്പ് കുടിക്കാൻ ഇഷ്ടമായിരിക്കും. പക്ഷെ എന്താ പറയുക, കുടിക്കുമ്പം അത് നമ്മളെ ബോഡിക്ക് ശരീരത്തിന് പറ്റാതെ വരുമല്ലോ. അപ്പം അവർക്കും നല്ലൊരു ഇതാണത്. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ അതേപോലെ ഗോതമ്പ് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാണ്ട് കഴിക്കണോലുണ്ടാവുമല്ലോ. ഒരിക്കലും ഇതേപോലെ തന്നെ ഗോതമ്പല്ലേ. അപ്പോൾ ഗോതമ്പിൻ്റെ പൊടി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി, ഒരു ഐറ്റം ഇങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ഈ ടൈമിൽ നമ്മൾ തീ ഇങ്ങോട്ട് ഒന്നായിട്ട് ആളി കത്തിച്ച് കേട്ടോ. ഓരോ പുള്ളിയൊക്കെ വെച്ചിട്ട് ഇനി ഗ്യാസുമേലാണെങ്കിലും സിമ്മൊക്കെ അതിനനുസരിച്ച് ഇപ്പം തന്നെ ഉണ്ടത് കുറുകാൻ തുടങ്ങി അല്ലേ കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഷുഗർ ഇടാം കേട്ടോ. പഞ്ചസാര നമുക്ക് മുന്നേ
പഞ്ചസാര കുറച്ചിട്ടിട്ട് പഞ്ചസാര എന്താ യൂസ് ചെയ്യാൻ ഇഷ്ടം ഉണ്ടാവും, പക്ഷെ പറ്റാത്തൊരു ഷുഗർ അത് ഇതൊക്കെ ഉണ്ടാവില്ല. അതിനനുസരിച്ച് അപ്പം ഷുഗർ ഇട്ടാൽ മതി. അപ്പം കണ്ടോ, അപ്പം തന്നെ കുറുകി വന്നു കേട്ടോ. ഇത് വലിച്ചിങ്ങോട്ട് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളിയാണ്. ആരെ മുന്നിലും ഏത് ഗസ്റ്റ് വന്നാലും അവരുടെ മുന്നിൽ നമുക്കിത് അവർ ചോദിക്കുന്നത് എന്താ സാധനം, പായസം നമ്മൾ കുറേ ഇതാവില്ല, പക്ഷെ ഇതെന്താ ചോദിക്കും. ഇത് നല്ലോണം വെച്ചിട്ട് തന്നെ ഇളക്കണം. പെട്ടെന്ന് നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണിത്. നമുക്ക് പ്രസൻറ്റ് ചെയ്ത് നമ്മളെ ഹസ്ബൻഡിൻ്റെ മുന്നിൽ, നമ്മളെ കുട്ടികളെ മുന്നിൽ എന്താണ് എന്നും ഈ എണ്ണക്കടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ. അതേമാതിരി ചൊളാണ്ടി വിരകി കൊടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് ചൊളാണ്ടി എന്ന്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് മാറ്റി പിടിക്കാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്താൽ മതി. ഇത് മിക്കവാറും ആൾക്കാർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ ഇതായിട്ട് നമ്മളിങ്ങനെ ഇത് ഉണ്ടാക്കി ഞാൻ ആരെങ്കിലും വരുമ്പോൾ അത് കൊടുക്കുമ്പോൾ ഇത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം ഇന്നത്തെ നമ്മൾ നോമ്പിൻ്റെ ഇതിൽ വരുന്ന സ്പെഷ്യൽ ഇന്നിതാണ്. അപ്പം ഇത് മാത്രമാണ് ഇന്നിപ്പോൾ ഇന്നിങ്ങനെ മെൻഷൻ ചെയ്ത് നമ്മളിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. ഗോതമ്പ് വെച്ചിട്ടുള്ള പായസം ഉണ്ടല്ലോ, കേട്ടോ കുറുകി വന്നേ. ഞൊടിയിടയിൽ നോമ്പിനുണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് നാരങ്ങവെള്ളം. ഞൊടിയിടയിൽ തന്നെയാണ് നമ്മൾ ഇതാക്കുമ്പോൾ രണ്ട് വർത്താനം പറഞ്ഞതാക്കുമ്പോൾ നമ്മളിവിടെ പായസം നമ്മളെ ഒരു റെസിപ്പി റെഡിയായി. അതായത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള റെസിപ്പി റെഡിയായി. ഇതൊക്കെ ഞാൻ എന്താ പറയുക ഭയങ്കര മിസ്സിങ് ആണ്. എൻ്റെ കുട്ടിയെ ഇങ്ങനെ ഉണ്ടാക്കണതാണ്. ഇപ്പം ചെറുതിങ്ങനെ എല്ലാത്തിനും ഓരോന്നിങ്ങനെ ഉണ്ടാക്കൽ തുടങ്ങിട്ടോ. അവളെ മയക്കന്നെ വലിയോളെ മയക്കന്നെ തുടങ്ങി ഓരോന്ന് ഉണ്ടാക്കുക. അല്ലേ വലുത് എന്താ പറയുക ഓള് ഉണ്ടാക്കി ഞാൻ കഴിഞ്ഞാടേ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ ഭയങ്കര മിസ്സിങ് ആണ്. ഉണ്ടാക്കി ഒരാൾ ഉണ്ടാക്കി തരുന്നങ്ങാണ്ട് കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേറൊരു ടേസ്റ്റാണല്ലോ വരിക. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ ഒരു ബാക്കിലേക്ക്. പക്ഷെ ഇപ്പം ഞാനെല്ലാം ചെയ്യും. നമ്മളെന്നെ ചെയ്യാന്ന് പറയുന്നത് നിവൃത്തിയില്ല, അതുകൊണ്ട് ചെയ്യാം. അല്ല കേട്ടോ, ഇപ്പം എന്ന് പറയാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ ആൾക്ക് കുട്ടികളും മക്കളൊക്കെ അല്ലേ. ഇപ്പം ഈ ഒരു വർഷമാണ് നമുക്ക് കുറച്ചൊരു ഫ്രീ ആയി കിട്ടിയിരിക്കണം തന്നെ എനിക്ക്. മറ്റേത് കഴിഞ്ഞ വർഷം വരെ ഫ്രീ ഇല്ലേനി. ഫുള്ളും എന്താ കിച്ചൺ വർക്കിലായിട്ടും ഫുള്ളും. കിച്ചൺ മാത്രമല്ല, നമ്മളൊരു 3-4 മക്കളുണ്ടായാലും 3-4 മക്കൾ ചെറിയ കുട്ടികൾ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും തിരക്കല്ലേ കാരണം. അത് വേറെ ആരുമില്ല, നമ്മളെ ഒറ്റക്കന്നെ ചെയ്യുമ്പോൾ. എടുത്ത് വാക്കട്ടോ. അടിയിൽ നമ്മളിത് പിടിക്കരുത് എന്ന് പറയുന്നത് എന്താ പറയുക. അപ്പം അടിയിൽ പിടിച്ചൊരു അത് വരും കേട്ടോ ഇതിൻ്റെ കളറിൽ തന്നെ. ഇപ്പം നമ്മളാ മറ്റേ ക്രീമൊക്കെ ഇട്ടുകാണ്ട് ഉണ്ടാക്കണ മാതിരി തോന്നുന്നത്. ഏത് ക്രീം? അതുപോലെ തന്നെ വരും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇനി നമുക്കിതൊന്ന് വറവിടാം. ചെയ്തിട്ട് അപ്പം ഇതിൻ്റെ ഫുള്ള് ഞാൻ അങ്ങോട്ട് ഒഴിച്ചിട്ടോ. നെയ്യൊന്നും ഇടൂല. അപ്പോൾ നെയ്യിനൊക്കെ ഭയങ്കര റേറ്റാണ്. നെയ്യിന് ഇപ്പോഴും നല്ല കേട്ടോ, നെയ്യിനൊക്കെ എപ്പോഴും റേറ്റാണ്. അതായത് നമ്മളൊരു നെയ്ച്ചോറോ ഒരു ബിരിയാണിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ 300, 300 ചില്ല 400 റുപ്യ വേണം ഒരു നെയ്യും കുപ്പിക്ക്. ഒരു വലിയൊരു 500 ഇതിൻ്റെ കുപ്പിക്ക് കിട്ടണമെങ്കിൽ. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ എത്ര പെട്ടെന്നാണ് കഴിയുക. ഈ മുന്തിരി അണ്ടി മുന്തിരിക്ക് പകരം അതേപോലെ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി വറവിട്ടുങ്ങാണ്ട് എടുക്കും. അപ്പം ഞാൻ തീയല്ലേ അതാണ് ഇനി ഇടിക്കണ്ട് ഒഴിക്കുക. അണ്ടി മുന്തിരിക്കും പകരം ഞാൻ നല്ല ചെറിയ ഉള്ളിയിൽ അണ്ടി മുന്തിരിക്ക് പകരം ചെറിയ ഉള്ളി വറവിട്ടുകാണ്ട് ഇതാക്കിക്കാണ്ട് എടുക്കും. അത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ വേറെ ടേസ്റ്റ് ആയിരിക്കും അതിന് കേട്ടോ. അപ്പോൾ വരിക ഇതിന് വേറെ ടേസ്റ്റ്. അപ്പോൾ നമ്മളെ പായസം റെഡിയായി. നമ്മളെ പായസം ഇതാക്കണത്
കുറച്ചും കൂടി നമ്മളിങ്ങനെ വെക്കണതിനനുസരിച്ചിട്ട് കുറുകി നല്ല അടിപൊളിയായിട്ട് കേട്ടോ. നല്ല പായസം. എന്താ കപ്പയാണ് നമ്മളത്. കപ്പയൊക്കെ ഒന്ന് ഇടട്ടെ. ഞാൻ എപ്പോഴും കപ്പ ഇതാക്കണമെങ്കിൽ കയമ്പ് ഇങ്ങോട്ട് പോകും. ഇങ്ങനെ എടുക്കണം. പക്ഷെ എനിക്ക് ഞാൻ എളുപ്പം കയമ്പൊക്കെ കളയാനാണ് അങ്ങോട്ട്. കപ്പ ഒന്ന് വെക്കട്ടെ കേട്ടോ. കപ്പയും ചിക്കൻ കറി അല്ലേ? ഇങ്ങനെ കൊത്തി അരിഞ്ഞാണ്ട വേണ്ടത്? അതോ സാധാമാർക്ക് കൊത്തി അരിഞ്ഞോ? ഇവിടെ കേട്ടോ നാരങ്ങ വെള്ളം കിടക്കുക കേട്ടോ. കേട്ടോ കടവള് അതിനെ കാണായിട്ട് കൊറേ എൻ്റെ ഫാൻസൊക്കെ ചോദിക്കുന്നുണ്ട്, എവിടെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഫാൻസുകളൊക്കെ. കേട്ടോ ഇവിടെ തെക്കണ ഇവിടെ നാരങ്ങ വെള്ളം കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു ബെൽ ബട്ടൺ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവാ കേട്ടോ. ബായ്. ഞാനിതൊന്ന് അടച്ചേക്കാം കേട്ടോ.